കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നായ ഭണ്ണാരം എഴുന്നള്ളത്ത് ഇന്നലെയായിരുന്നു നടന്നത്. അപ്പം എൻ്റെ നാട്ട് ആയ മണത്തണയിൽ നിന്നായിരുന്നു ഭണ്ണാരം എഴുന്നള്ളത്ത് നടന്നത്. ആ സമയത്ത് ഉണ്ടാവാനും അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യാനും ഉള്ളൊരു ഭാഗ്യമുണ്ടായി. അപ്പം അതെന്താണെന്നും അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചത്. കൊട്ടിയൂരമ്പലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളൊന്നാണ് ഭണ്ണാരം എഴുന്നള്ളത്ത്. അതായത് ഭണ്ണാരം മണത്തലയിലെ ഗോപുരത്തിൽ വെച്ചിട്ട് കൊട്ടിയൂരമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ച് പോകുന്ന ചടങ്ങാണിത്. അപ്പം ഈ ചടങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം എന്തെന്നാൽ ശിവയിലേക്ക് നടത്താൻ വേണ്ടിയിട്ട് ആന ആദ്യമായിട്ട് എൻട്രി ചെയ്യുന്നത് ഈ ഒരു ചടങ്ങോട് കൂടിയാണ്. അതുപോലെ തന്നെ അവിടെ 1000 കുടം സമർപ്പണം അതൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഈ ധാര നടത്തുന്ന കുടങ്ങൾ അതും ഈ ഗോപുരത്തിൻ്റെ നിലവറയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിക്കുന്നത്. അതേപോലെ തന്നെ ഭണ്ണാരം നിറക്കുക എന്ന് പറഞ്ഞൊരു ചടങ്ങ് തന്നെയുണ്ട് അവിടെ. ആ ഭണ്ണാരങ്ങൾ എഴുന്നള്ളിക്കുന്നത് മണത്തണയിൽ നിന്ന് ഇന്നേ ദിവസമാണ്. അപ്പം ഈ ഇന്നേ ദിവസം ഭണ്ണാരവും ആനയും അതുപോലെ തന്നെ മറ്റ് വിശേഷപ്പെട്ട ചടങ്ങുകളൊക്കെ നടക്കുന്ന ദിവസമാണ്. ഇതൊക്കെ പോകുന്നത് മണത്തണയിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ നാട് മണത്തനായതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റി. പണ്ട് മുതലേ ഇത് നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഇപ്പം ഇങ്ങനൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് നമുക്കിത് എടുത്തിട്ട് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനോ പറ്റുന്നൊരു സാഹചര്യം ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഇത് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ അതിന് അവകാശികളുണ്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അവർക്ക് മാത്രമാണ് ഇത് അധികാരം. ഇത് കൊട്ടിയൂരേക്ക് കാൽനടയായിട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവരാണ് ഇതൊക്കെ കൊണ്ടുപോകുന്നത്. ഈ ഒരു ദിവസത്തിന് ശേഷമാണ് കൊട്ടിയൂരമ്പലത്തിലേക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്ക് ഇന്നലെ തൊട്ട് നെയ്യാട്ടോടെ തന്നെ പ്രവേശനമുണ്ട്. ഇതിന് ശേഷമാണ് സ്ത്രീകൾക്കും കൂടി അമ്പലത്തിലേക്ക് പ്രവേശനം എത്തുന്നത്. തലത് ഉത്സവം ഇവിടെ ഏകദേശം സ്റ്റാർട്ടായി ഓൾറെഡി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളേവരെയും കൊട്ടിയൂരമ്പലത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.